ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ക്രിസ്മസ് സമയത്ത് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് മോളിലൊക്കെ നല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കോസ് ഉണ്ടാവും. അപ്പോൾ അതിലൊരെണ്ണം കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടലുകൾ. ഇന്ന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് മാർസിൻ്റെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ല പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇപ്പം. പക്ഷേ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ഡീപ്പർ സ്കിൻ ടോണിലേക്കൊക്കെ വരുമ്പം ഈ ഒരു ഫൗണ്ടേഷന് യെല്ലോ ടിൻ്റ് എടുത്ത് കാണുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു 5 ആണെന്ന് തോന്നുന്നു. 5.5ഉം 6 ഒക്കെ വരുമ്പം യെല്ലോ ടിൻ്റ് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്. ഈ ഒരുങ്ങുമ്പോഴേ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനത്തെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ ഫ്രീസായി പോകും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, വാട്സപ്പിൽ നേരെ പോയി സ്റ്റാറ്റസ് ആക്കും. കാരണം അവിടെ എൻ്റെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കാണുന്നു. ചിലപ്പോൾ 1-2 പേര് കമൻറ്റ് ചെയ്യുന്നു, കുറച്ച് പേര് ലൈക്ക് ചെയ്യുന്നു. അങ്ങനെ എൻ്റെ വീഡിയോ പിന്നെയും റീച്ച് ആവുന്നു, അങ്ങനെ കുറേ ആളുകളിലേക്ക് എത്തുന്നു എന്ന വെറും വ്യാമോഹം. പക്ഷേ ഒരു ഈച്ചക്കുഞ്ഞ് പോലും അത് മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇത് മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. 3 വരുന്ന കോമ്പാണ്, നല്ല പ്രൊഡക്റ്റാണ്. ആരും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്തില്ലെങ്കിലും അതിലൊരു 2-3 പേരെങ്കിലും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ 2 മക്കളെയും കൊണ്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരുങ്ങാൻ സമയം കിട്ടുന്നതെന്ന്. അവർക്ക് ഒരുങ്ങാൻ സമയമില്ല, കണ്ണാടി നോക്കാൻ സമയമില്ല, മുടി കെട്ടാൻ സമയമില്ല, എന്തിന് പൗഡർ പോലും ഇടാറില്ല പോലും. അങ്ങനെയാണ് പുറത്ത് പോകുന്നതെന്ന്. അതായത് കുഞ്ഞുങ്ങളെ ഒരുക്കി അവർക്കുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരുങ്ങാനൊന്നും സമയമില്ല, ഓടിപ്പടിച്ച് പോവുകയാണ് പതിവെന്ന്. അങ്ങനെ ചോദിക്കുന്നവർക്കും, പിന്നെ മറ്റേ സലീംകുമാർ സാരി എടുത്തൊരു കുഞ്ഞിനെയൊക്കെ തിരുന്ന് റോഡ് സൈഡിൽ കൂടെ പോകുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അത് ട്രോളാക്കി ഷെയർ ചെയ്യുന്നവർക്കും കൂടി ഇട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ മറുപടി. അതായത് ഉത്തമ്മ, കുഞ്ഞുങ്ങളെ ആരൊരുക്കിയാലും അവരൊരുങ്ങും, അമ്മ തന്നെ ഒരുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഹസ്ബൻഡ്സ് ഇല്ലേ, ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛന്മാരില്ലേ, അവരൊരിക്കലും അവരൊരുങ്ങും. ഇവിടെ ഞാൻ ഈ ഒരുങ്ങുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതും മുടി കെട്ടുന്നതും ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അവരുടെ അച്ഛനാണ്. ഈവൻ ഡയപ്പർ ബാഗ് സെറ്റ് ചെയ്യുന്നതും അവരുടെ അച്ഛനാണ്. അപ്പോൾ എനിക്ക് ഒരുങ്ങാനുള്ള സമയമുണ്ട്. പിന്നെ പണ്ട് തൊട്ടേ പ്രസൻറ്റബിൾ ആയി ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. കുഞ്ഞുങ്ങളായി എന്ന് കരുതിയിട്ട് അത് ഞാൻ മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ.